കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. നുണ പറയുന്നവരെ തിരിച്ചറിയുക. മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയപ്പോൾ ലഹരി വിപത്തിനെതിരെ അഭിപ്രായ രൂപീകരണത്തിന് വിളിച്ച യോഗത്തിൽ നിറഞ്ഞ കയ്യടി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. സമഗ്ര മേഖലയിലും ലഹരി മാഫിയ പിടിമുറുക്കി. അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ലഹരിക്കെതിരെ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെന്റാണ്. വിമുക്തി ഡി-അഡിക്ഷൻ പരിപാടി ഫലപ്രദമായി നടത്തുന്നൊരു പരിപാടിയാണത്. ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം. കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ?